ഒരു മിസൈൽ മതി ഇറാൻ എന്ന ഭൂപടത്തിലെ വലിയൊരു ഭാഗം തന്നെ ഇല്ലാതാക്കാൻ. ജെറിക്കോ 4 മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും ഈ ആക്രമണം എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. ഒരിക്കലും ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു 24 മണിക്കൂറിലേക്ക് ലോകം കടക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് യുദ്ധത്തിന്റെ കാഹളമല്ല, മറിച്ച് സർവനാശത്തിന്റെ മുന്നറിയിപ്പാണ്. ഇസ്രായേൽ പ്രതിരോധ സേന IDF ഇറാന് നൽകിയിരിക്കുന്ന ആ മാരകമായ ഡെഡ് ലൈൻ അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ബുധനാഴ്ചയ്ക്കുള്ളിൽ, അതായത് നാളത്തെ സൂര്യോദയത്തിന് മുൻപ് ഇറാനിലെ എല്ലാ നിർണായക സൈനിക കേന്ദ്രങ്ങളും തകർക്കുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം ലോകത്തെ വിറപ്പിക്കുകയാണ്. ഇതൊരു വെറും ഭീഷണിയല്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈനിക തലവന്മാരും ഒപ്പിട്ട ഓപ്പറേഷൻ ജഡ്ജ്മെന്റ് ഡേ ആരംഭിക്കാൻ ഉത്തരവ് നൽകിക്കഴിഞ്ഞു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ നിർത്തിയില്ല എങ്കിൽ നാളെ ലോകം കാണാൻ പോകുന്നത്, ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു മഹാസ്ഫോടനത്തിനായിരിക്കും. എന്താണ് ഈ ചർച്ചാ വിഷയമായ വെനസ്ഡേ ഡെഡ് ലൈൻ? ഇസ്രായേൽ പ്രയോഗിക്കാൻ കാത്തുവച്ചിരിക്കുന്ന ആ ഡൂംസ്ഡേ വെപ്പൺ ഏതാണ്? നയതന്ത്രത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ ആണോ നിൽക്കുന്നത്? ആഗോള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കാം. ഈ ബുധനാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ എല്ലാ മിസൈൽ ലോഞ്ചിംഗ് പാഡുകളും ആണവ റിയാക്ടറുകളും കമാൻഡ് സെന്ററുകളും ചാരമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും ആധുനികമായ ലോങ് റേഞ്ച് മിസൈലുകൾ ഇപ്പോൾ ഇറാനിലെ ലക്ഷ്യങ്ങൾക്ക് നേരെ ലോക്ക് ചെയ്ത് കഴിഞ്ഞുവെന്ന് IDF വക്താവ് ഡാനിയൽ ഹഗാരി സ്ഥിരീകരിച്ചു. എന്തൊക്കെയാണ് ഇസ്രായേൽ തകർക്കാൻ പോകുന്നത്? പുറത്തുവരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം 50-ലധികം പോയിന്റുകളാണ് ഇസ്രായേൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവയിൽ ചിലതാണ്. ഒന്ന്, നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി, ഇറാന്റെ ആണവ കരുത്ത് ഇല്ലാതെയാക്കാൻ ഇവിടം തകർക്കും. രണ്ടാമതായിട്ട് അണ്ടർഗ്രൗണ്ട് മിസൈൽ ബേസസ്, അതായത് ഭൂമിക്കടിയിലെ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ തകർക്കും. മൂന്നാമതായിട്ട് ഓയിൽ റിഫൈനറീസ് ഉണ്ട്, ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കാൻ അവരുടെ എണ്ണപ്പാടങ്ങൾ. നാലാമത് കമാൻഡ് സെന്റേഴ്സ്, തെഹ്റാനിലെ പ്രധാന സൈനിക നിയന്ത്രണ കേന്ദ്രങ്ങൾ. ജെറിക്കോ 4 മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും ഈ ആക്രമണം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ആണവമുനകൾ വഹിക്കാൻ ശേഷിയുണ്ടെന്നത് ലോകത്തെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു മിസൈൽ മതി ഇറാൻ എന്ന ഭൂപടത്തിലെ വലിയൊരു ഭാഗം തന്നെ ഇല്ലാതാക്കാൻ. ഇസ്രായേൽ ഡെഡ് ലൈൻ നൽകുമ്പോൾ ഇറാൻ കൈകെട്ടി നോക്കി നിൽക്കുകയാണ്? ഒരിക്കലുമല്ല. ഇറാൻ പരമോന്നത നേതാവ് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി കഴിഞ്ഞു. ഇസ്രായേലിലെ ടെൽ അവീവ്, അതുപോലെ ഹൈഫ തുടങ്ങിയ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇറാൻ സജ്ജമാക്കി കഴിഞ്ഞു. ഞങ്ങൾ യുദ്ധം തുടങ്ങില്ല, പക്ഷേ നിങ്ങൾ തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ലെബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇസ്രായേലിനെ വളയാൻ തയ്യാറായി നിൽക്കുകയാണ്. അതായത് ബുധനാഴ്ച തുടങ്ങാൻ പോകുന്നത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകം മുഴുവൻ പടരാൻ പോകുന്ന ഒരു കാട്ടുതീയാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണി തകർന്നു വീണു കഴിഞ്ഞു. എണ്ണവില ബാരലിന് $110 കടന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരാൻ പോകുന്നു. യുദ്ധം വെറും ഒരു വാർത്തയല്ല, അതൊരു കൂട്ടക്കൊലയാണ്. നാളെ ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുമ്പോൾ മരിച്ചു വീഴാൻ പോകുന്നത് 10,000-കണക്കിന് സാധാരണക്കാരായിരിക്കും. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിലെ ജനങ്ങളും ഭീതിയിലാണ്. ബങ്കറുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി ജനം നെട്ടോട്ടമോടുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഏറ്റവും ഭീകരമായ മുഖമാണിത്. മനുഷ്യരാശി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സർവനാശത്തിന്റെ തുടക്കം. നാളെ പുലരുമ്പോൾ നമ്മൾ കാണുന്നത് സമാധാനത്തിന്റെ സൂര്യനെയാണോ അതോ യുദ്ധത്തിന്റെ പുകപടലങ്ങളാണോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മഹാദുരന്തത്തിന്റെ പടിവാതിൽക്കലാണ്. ഈ ഒരു യുദ്ധം നടന്നാൽ അത് ഇറാനെയോ ഇസ്രായേലിനെയോ മാത്രമല്ല ബാധിക്കുക, നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ ഇതിനോടകം തന്നെ ഇറാനിലെയും ഇസ്രായേലിലെയും നമ്മുടെ പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.